Hare Krishna, Hare Krishna, Krishna Krishna. ശ്രീല പ്രഭുപാദിൻ്റെ ഒരു ലീലാമൃത വോളിയം 7 വായിച്ചൊരു കാര്യമാണ്. അപ്പം ശ്രീല പ്രഭുപാദ് ആദ്യകാലത്ത് അമേരിക്കയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് ശേഷം അദ്ദേഹത്തിന് ഒരു സ്ട്രോക്ക് വരികയും അദ്ദേഹം ഇന്ത്യയിൽ പോവുകയും ചെയ്തു. അത് കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വന്നിട്ടാണ് മറ്റു സ്ഥലങ്ങളിലെല്ലാം പ്രചരിപ്പിക്കാനായിട്ട് ശ്രമിച്ചത്. അങ്ങനെ പ്രഭുപാദിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇംഗ്ലണ്ടിലേക്ക് തൻ്റെ ശിഷ്യന്മാരെ വിടണം എന്നുള്ളത്. അപ്പം ആദ്യം ആരും മുന്നോട്ട് വന്നില്ലായിരുന്നു. പിന്നെ ഒരു പയ്യൻ വന്നു, ഒരു 19 വയസ്സേ ഉള്ളൂ. അതിൻ്റെ പേരാണ് ശിവാനന്ദദാസ് എന്ന് പറഞ്ഞ ഡിവോട്ടി. ഭയങ്കര ഉത്സാഹമാണ് ആ കുട്ടിക്ക്, പക്ഷെ അത്രയും മെച്ചുവറായിട്ടില്ല. അപ്പോൾ പ്രഭുപാദിന് അദ്ദേഹത്തിനെ വിടാനായിട്ട് കുറച്ച് മടിയുണ്ടായിരുന്നു, അങ്ങോട്ട് വിടാനായി. പക്ഷെ അദ്ദേഹം എനിക്ക് പോകണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ടിരുന്നു. അവസാനം പ്രഭുപാദ് സമ്മതിച്ചു അദ്ദേഹത്തിന് പോകാനായിട്ട്. അപ്പം ആദ്യം ഈ മുകുന്ദ, ജാനകി അവരൊക്കെ പോകുന്നതിന് മുമ്പ് ആദ്യം പോകാൻ ശ്രമിച്ചത് ഈ ശിവാനന്ദ പ്രഭുവാണ്. അപ്പം അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് ചെന്നു. എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് അകത്തേക്ക് വിട്ടില്ല. തിരിച്ചു വന്നു. പക്ഷെ അദ്ദേഹത്തിന് ജർമ്മനിയിൽ ഇറങ്ങാൻ പറ്റി, ആംസ്റ്റർഡാമിൽ ഇറങ്ങാൻ പറ്റി. പിന്നെ അദ്ദേഹം അവിടെ പ്രീച്ച് ചെയ്യാനായിട്ട് തുടങ്ങി. അദ്ദേഹം ഒരു പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടത്തിലാണ് അദ്ദേഹം താമസിച്ചത്. അദ്ദേഹത്തിന് കുറച്ച് ബാക്ക് ടു ഗോഡ് മാഗസിൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് അദ്ദേഹം കുറച്ച് പേർക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വേറൊരു പയ്യൻ, ബുക്ക് കിട്ടിയൊരു പയ്യൻ ഇൻട്രസ്റ്റഡ് ആയി അദ്ദേഹത്തിൻ്റെ കൂടെ ജോയിൻ ചെയ്തു. അങ്ങനെ ചെറിയ ചെയ്തപ്പോഴത്തേനൊരു പത്രത്തിൽ ആർട്ടിക്കിളൊക്കെ വന്നു ഇദ്ദേഹത്തിനെ കുറിച്ച്. ഭക്തിവേദാന്ത സ്വാമി എന്നൊക്കെ പറഞ്ഞ് ആർട്ടിക്കിൾ വന്നു. അപ്പോൾ ഇദ്ദേഹം പ്രഭുപാദിൻ്റെ അടുത്ത് ഇത് അയച്ചു കൊടുത്തു, ഈ ആർട്ടിക്കിളും ലെറ്ററുമായിട്ട് അയച്ചു കൊടുത്തു. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനൊരു ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. മറ്റെല്ലാം ഡിവോട്ടീസിൻ്റെ കൂടെ നിൽക്കുമായിരുന്നു, ഇപ്പോൾ ഒറ്റയ്ക്കായി. അപ്പം അങ്ങനെ ഒരു വിഷമത്തിൽ ഞാൻ ഒറ്റയ്ക്കാണ് എന്നുള്ളൊരു വിഷമമൊക്കെ ആയിട്ട് ലെറ്ററൊക്കെ അയച്ച് ഈ ആർട്ടിക്കിളും കൂടെ പ്രഭുപാദിന് അയച്ചു. പക്ഷെ അത് ജർമ്മൻ ഭാഷയിലുള്ളതായിരുന്നു. അപ്പോൾ പ്രഭുപാദ് അത് വായിച്ചിട്ട് തിരിച്ച് അദ്ദേഹത്തിന് ഒരു ലെറ്റർ അയച്ചു. പ്രഭുപാദ് പറഞ്ഞു, എനിക്ക് ആ ഭാഷ മനസ്സിലാവുന്നില്ല, പക്ഷെ അതിനകത്ത് AC ഭക്തിവേദാന്ത സ്വാമി എന്നൊക്കെ അതിനകത്തുണ്ട്, അതെനിക്ക് മനസ്സിലായി. അത് നിന്നെ അങ്ങനെ അവനെ അപ്രീഷിയേറ്റ് ചെയ്തു. എന്നിട്ട് പ്രഭുപാദ് ഇദ്ദേഹത്തിന് ആ ഗുരുവിനെയും തൻ്റെ ദൈവ സഹോദരന്മാരെ മിസ് ചെയ്ത ഒരു ഫീലിംഗ് ആണുള്ളത്. അപ്പം അതിനെ ഇതാക്കാൻ വേണ്ടി പ്രഭുപാദ് ലെറ്ററിൽ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ആദ്യം ഒരുപാട് എൻകറേജ് ചെയ്തു, നീ ഇതിൽ തന്നെ തുടരുക, നിനക്ക് ഒരു കാര്യം നീ മനസ്സിലാക്കി, സ്പിരിച്വൽ ലൈഫിൻ്റെ ഒരു കാര്യം നീ മനസ്സിലാക്കിയെന്ന് അദ്ദേഹത്തിന്, അത് സിൻസിയറിറ്റിയാണ് എന്ന് അത് നീ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നീ ഇത് തുടർന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നപ്പം നിങ്ങളെല്ലാം എൻ്റെ അടുത്ത് വന്നത്, അതേപോലെ നീ സിൻസിയർ ആണെങ്കിൽ മറ്റാൾക്കാർ നിൻ്റെ കൂടെ ജോയിൻ ചെയ്യും. ഇപ്പോൾ ഒരു കുട്ടി ജോയിൻ ചെയ്തു, അത് തന്നെ ഒരു ഇതാണ്. അപ്പം ഇങ്ങനെ എൻകറേജ് ചെയ്തു. എന്നിട്ട് പ്രഭുപാദ് പറഞ്ഞൊരു പോയിന്റ്, മിസ് ചെയ്യും എന്ന് പറഞ്ഞു, ഇവരെ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ പ്രഭുപാദ് പറഞ്ഞത്, ഇഫ് യു റിമെമ്പർ മൈ ഹംബിൾ ടീച്ചിങ്സ്, മീ ആൻഡ് യുവർ ഗോഡ് ബ്രദേഴ്സ് വിൽ ആൾവേസ് വിത്ത് യു എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ആധ്യാത്മിക ഗുരുവിൻ്റെ നിർദ്ദേശങ്ങൾ നമ്മൾ എപ്പോഴും ഓർക്കുകയാണെങ്കിൽ, മെഡിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ, അതിനെ പാലിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ, ഗുരുവും നമ്മുടെ ദൈവ സഹോദരന്മാരും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും എന്നുള്ളൊരു കാര്യം പ്രഭുപാദ് പറഞ്ഞു. എന്നിട്ട് ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ട് എന്നും പ്രഭുപാദ് അതിനകത്ത്